ശ്രീ PS ഗോപകുമാർ, നിലവിൽ VC-യുടെ സസ്പെൻഷനോട് ഇടത് സെനറ്റ് അംഗങ്ങൾ പ്രതികരിച്ചത് ഇത് വെറും കീറക്കടലാസായിട്ടാണ് തങ്ങൾ കാണുന്നത്. ഇതിനെ ചവറ്റുകൊട്ടയിലിടും, നാളെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. അതായത് പരസ്യമായ ഭീഷണിയും വെല്ലുവിളിയുമാണ് മുഴക്കുന്നത്. ഇവിടെ VC പ്രഥമ ദൃഷ്ട്യാ ഇത്തരത്തിൽ ഇതിലൊരു പിശകുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ സസ്പെൻഷൻ ഓർഡർ ഉത്തരവിടുന്നത്. അപ്പോൾ അതിന്മേലൊരു വെല്ലുവിളി നടത്തുന്നത് ഇടത് സെനറ്റ് അംഗങ്ങൾ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിയമപരമായി ഇത് ഏതു വശത്തേക്കാകും പോവുക? നാളെ രജിസ്ട്രാർ വന്നു കഴിയുകയാണെങ്കിൽ കായികമായ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സീറ്റിലേക്ക് കൊണ്ടുചെല്ലാൻ ഈ ഇടത് സെനറ്റ് അംഗങ്ങൾ തയ്യാറാകുമോ? അങ്ങനെ ഒരു നിയമ പ്രശ്നത്തിലേക്ക് ഇത് കൂടുതൽ കാര്യങ്ങൾ ചെന്നെത്തുമോ? എന്താണ് അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ ആവർത്തിച്ച് വെല്ലുവിളി നടത്തുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ തുടക്കം തന്നെ 25-ാം തീയതി ബഹുമാനപ്പെട്ട ഗവർണർ വരുന്നതിന് തൊട്ട് മുമ്പ് സെനറ്റ് ഹാളിന്റെ വേദിയില് രജിസ്ട്രാർ ഈ തരത്തില് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗേറ്റിന് പുറത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിശക്തമായ വെല്ലുവിളിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരടി ഈ ഗേറ്റിനുള്ളിലേക്ക് ചാൻസലറെ കടത്തിവിടില്ല എന്നവര് ആവർത്തിച്ച് വെല്ലുവിളിച്ചിരുന്നു. അപ്പോ ആ വെല്ലുവിളി എന്തായെന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ സാർ ഗവർണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് ചില സെനറ്റ് അംഗങ്ങളെ സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. ഞാനടക്കമുള്ള സെനറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതേപോലെ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിലേക്കും ഇത്തരത്തിൽ ചില ആളുകളെ സർവകലാശാലയുടെ സെനറ്റിലേക്ക് നിർദ്ദേശം ചെയ്യുകയുണ്ടായി. അപ്പോ അവിടെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അവിടുത്തെ ഇടതുപക്ഷ പാർട്ടി നേരിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് ഈ അംഗങ്ങളെ ഞങ്ങൾ കടത്തില്ല എന്നവിടെ പ്രഖ്യാപിച്ചിട്ട് ഒരു യോഗത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്തു. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുകൂടി മൃഗീയമായ CPM-ന്റെ സ്വാധീനവും ആൾബലവും അതുപോലെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തെ പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങോട്ട് കയറാൻ സാധിച്ചില്ല. അതേ തന്ത്രം തന്നെ കേരള സർവകലാശാലയുടെ പ്രഥമ സെനറ്റ് യോഗത്തിലേക്ക് നിലവിൽ ഞാനടക്കമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളെ ബഹുമാനപ്പെട്ട ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ അവിടെ കടത്തില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനം എവിടെ പോയെന്ന് നമുക്കറിയാം. അപ്പൊ അവരുടെ പ്രഖ്യാപനമൊക്കെ നടത്തും. എന്നാൽ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹൗസ് അവിടെ ആ ക്യാമ്പസിൽ കുടിൽ കെട്ടി അവർ സമരം ചെയ്തു. ബഹുമാനപ്പെട്ട ചാൻസലറെ ഇതിനുള്ളിലേക്ക് കടത്തില്ല എന്ന് പറഞ്ഞിട്ട്. അവസാനം അത് ഒരു ചർച്ചയാകുകയും ബഹുമാനപ്പെട്ട ചാൻസലർ നേരിട്ട് ഇടപെട്ടിട്ട് അത് പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ ആ കുടില് പൊളിച്ചുകൊണ്ട് പോയ സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവരുടെ ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. ആ നടക്കാത്ത കാര്യങ്ങളിൽ വെല്ലുവിളിച്ച് തോറ്റു പിന്മാറുന്ന കാഴ്ചയും കേരളം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വെല്ലുവിളിക്കും അതിന് വലിയ വിലയുള്ളതായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന സമയത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കാണ് പരമാധികാരം. സർവകലാശാലയുടെ പരമാധികാരം സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. ഞാൻ അടക്കമുള്ള സിൻഡിക്കേറ്റ്, എല്ലാവരും കൂടി ചേരുമ്പോഴാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല തീരുമാനം അവരെടുക്കുന്നത്. ആ തീരുമാനം ബഹുമാനപ്പെട്ട ചാൻസലർ റദ്ദ് ചെയ്ത അനുഭവമുണ്ട്. നമുക്ക് അത് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അപ്പോ സിൻഡിക്കേറ്റിനുള്ള അധികാരമാണ് രജിസ്ട്രാറെ നിയമിക്കുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്, പരമാർത്ഥമാണ്. ആ പരമാർത്ഥം നിലനിൽക്കുമ്പോൾ തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത സമയത്ത് സിൻഡിക്കേറ്റിന്റെ അധികാരം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ നിക്ഷിപ്തമാണ്. അപ്പൊ സിൻഡിക്കേറ്റ് ചേരാത്ത സമയത്ത് വളരെ ഗൗരവമുള്ള ഇത്തരത്തിലൊരു സംഗതി സർവകലാശാലയിൽ നടന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് സംബന്ധിച്ച് വേണ്ട റിപ്പോർട്ടുകൾ വാങ്ങി ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിട്ടുള്ളത്. അത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തുനിന്ന് വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്ത് സിൻഡിക്കേറ്റിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. ആ രേഖപ്പെടുത്തി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അധികാരമൊക്കെ പിന്നീടുണ്ട്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ എടുത്തിരിക്കുന്നത് സർവകലാശാലയുടെ ചട്ടപ്രകാരം ശരിയായ നടപടിയാണ്. ആ ചട്ടപ്രകാരം അദ്ദേഹം എടുത്തിരിക്കുന്ന ഉത്തരവിനെ അനുസരിക്കുക എന്നുള്ളതാണ് രജിസ്ട്രാർക്ക് ചെയ്യാൻ കഴിയുക. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആസൂത്രണം ചെയ്ത ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നൊരു മിഥ്യാധാരണ പൊതുസമൂഹത്തിലും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ രജിസ്ട്രാർക്കും കൊടുക്കുക എന്നുള്ളതായിരിക്കാം ഈ ഭീഷണിയുടെയും
വെല്ലുവിളിയുടെയും ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ശ്രീ പി എസ് ഗോപകുമാർ ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. കാരണം ഈ സസ്പെൻഷൻ എന്നുള്ളത് ഒരു ശിക്ഷാ നടപടിയല്ല എന്നുള്ളതറിയാം. ഇനി എൻക്വയറികൾ നടക്കും, അത് സിൻഡിക്കേറ്റിന് മുന്നിൽ അവതരിപ്പിക്കും, എന്നിട്ടായിരിക്കും തുടർ നടപടികൾ എന്നൊക്കെയുള്ളത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ നടത്തുന്നത് ജനങ്ങളെ കൂടി തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അതെ, അത് തന്നെയാണ് ഈ ബഹുമാനപ്പെട്ട ചാൻസലറെ ഒരടി മുന്നോട്ട് കടത്തില്ല എന്നൊരു സിൻഡിക്കേറ്റ് അംഗം പരസ്യമായി വെല്ലുവിളിക്കുന്നത് കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടതാണല്ലോ വിഷ്വൽ മീഡിയാസിലൂടെ. വിഷ്വൽ മീഡിയ പറഞ്ഞു ഒരടി മുന്നോട്ട് ഞങ്ങൾ കടത്തില്ല. ആ പ്രഖ്യാപനം എവിടെ പോയി? ആ പ്രഖ്യാപനം പോലെ തന്നെ ഇതും സംഭവിക്കും. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അന്തിമ വിധിയൊന്നും അല്ലെങ്കിൽ നടപടിയായിട്ടൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. കാരണം അവിടെ നടന്നത് ഗുരുതരമായ കൃത്യവിലോപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ക്രിമിനൽ ഒഫൻസ് ഉണ്ടാകാം ഇതിനകത്ത്. അത്തരത്തിലൊക്കെ കാര്യമായ ഒരു അന്വേഷണം വേണം. അപ്പൊ ആ അന്വേഷണത്തിന് പാതയൊരുക്കുക എന്നുള്ളതിന് മുന്നോടിയായിട്ടാണ് ഈ തരത്തിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് വരെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടെടുത്തിരിക്കുന്ന ഒരു പ്രാഥമിക നടപടിയാണ്. ഇതൊരു ശിക്ഷാ നടപടിയൊന്നുമല്ല. അപ്പോൾ ഒരു എൻക്വയറി നടത്തിയിട്ട് ഇതിൽ അദ്ദേഹത്തിന് വീഴ്ചയൊന്നും ഇല്ല എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും സഹകരിക്കില്ല, ഞങ്ങൾ ഗവർണറെ കടത്തില്ല, അതുപോലെ ഞങ്ങൾ സെനറ്റിലേക്ക് കാര്യം കടത്തില്ല, അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നത് ബാലിശമായ വെല്ലുവിളികൾ മാത്രമാണ്. അത് ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ആർക്കും അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ബാലിശമായ അത്തരം വെല്ലുവിളികളെ അത്തരത്തിൽ തന്നെ നമുക്ക് പുച്ഛിച്ചു തള്ളാനേ കഴിയുകയുള്ളൂ. അതെ, തീർച്ചയായും.